സംസ്ഥാനത്ത് 2 നിപ്പ കേസുകൾ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ 3 ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്കാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ നിപ്പ സംശയവുമായി ബന്ധപ്പെട്ട ഇന്ന് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഉന്നതതല യോഗത്തിലാണ് ഇതുമായി സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് വിലയിരുത്തുകയും മറ്റ് ജില്ലാ ഭരണകൂടങ്ങൾക്കും ജില്ലാ ആരോഗ്യ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ പൂനെ വൈറോളജി ലാബിലേക്ക് ഇത് സ്ഥിരീകരണത്തിനായി അയച്ചിട്ടുണ്ട്. കോഴിക്കോട് നടത്തിയ പരിശോധനയുടെ ഫലം പോസിറ്റീവാണ്. ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ഇത് സ്ഥിരീകരിക്കണമെങ്കിൽ പൂനെ വൈറോളജി ലാബിലെ ഫലം കൂടി പുറത്തു വരണം. അതിനായിട്ടാണ് ഇത് അയച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ പരിശോധന ഫലം വരുമെന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ നിപ്പ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ലെങ്കിൽ കൂടിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ജില്ലകളിലും ഒരേ സമയം പ്രതിരോധ പ്രവർത്തനം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 26 കമ്മിറ്റികൾ ഇതിനുവേണ്ടി 3 ജില്ലകളിലായി രൂപീകരിച്ചിട്ടുണ്ട്. സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് പോലീസിന്റെ സഹായം ആരോഗ്യവകുപ്പ് തേടും. സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പരും ഒപ്പം ജില്ലാ ഹെൽപ്പ് ലൈൻ നമ്പരും ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം വൈദ്യസഹായം തേടണമെന്നതാണ് പ്രധാനമായും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ രോഗലക്ഷണങ്ങളുള്ള പരമാവധി ആളുകളെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട്. ഒപ്പം ഈ പ്രദേശത്തും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏത് തരത്തിലാണ് ഈ നിപ്പ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നിപ്പ സംശയിക്കുന്ന ഘട്ടത്തിൽ എത്തിയതെന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഉറവിടം കണ്ടെത്തുന്ന കാര്യങ്ങളടക്കം ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം കൂടുതൽ ആളുകളിലേക്ക് രോഗബാധ എത്താതെ പ്രതിരോധിക്കുക എന്നതാണ്. അതിനുള്ള നടപടികളാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരാളെയും വിട്ടുപോകാതെ കൃത്യമായൊരു നിരീക്ഷണം നടത്തണമെന്നതാണ് ജില്ലാ ഭരണകൂടങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരവും ഈ നിപ്പ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ പരിശോധനാ ഫലം പൂനെ വൈറോളജി ലാബിൽ നിന്ന് എത്തുമെന്നതാണ് ആരോഗ്യവകുപ്പും പ്രതീക്ഷിക്കുന്നത്.